രാഹുൽ മാങ്കൂട്ടത്തിൽ 18-നും 60-നും ഇടയിൽ പ്രായമുള്ളവരെ രാഹുൽ പീഡിപ്പിച്ചുവെന്നാണ് എഫ്ഐആർ. ഗർഭചിത്രം നടത്തിയ യുവതികളെ അന്വേഷണ ഉദ്യോഗസ്ഥർ വൈകാതെ നേരിൽ കാണുമെന്നാണ് സൂചന. ഇതിന്റെ രോഗം താഴെയല്ല, ഇതിന്റെ രോഗം മേലെയാണ്. മേലെയുള്ളവരുടെ ആറ്റിറ്റ്യൂഡാണ് താഴേക്ക് പടരുന്നത്. ഈ രോഗം താഴെ നിന്ന് മേലേക്ക് വന്നതല്ല, ഇത് മേലേന്ന് താഴേക്ക് പടരുന്ന രോഗമാണ്. രാത്രി കാലങ്ങളിലൊക്കെ സരിതാ നായിഡുമായിട്ട് എന്താണ് സംസാരിച്ചതെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം പുറത്തു വരണം. അതാരാണ് ഞാൻ അതിന് XOR-Y. കാരണം രാത്രി 12 മണിക്ക് കോൺഗ്രസ് ഭരണഘടന പഠിപ്പിക്കാനോ അല്ലെങ്കിൽ ഭാഗവതം വായിക്കാനോ രാത്രി വിളിക്കില്ലല്ലോ 12 മണിക്ക്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അന്വേഷണത്തിലൂടെ പുറത്തു വരണം. എന്നെ പട്ടടയിൽ കൊണ്ടുവയ്ക്കുന്നവരെ പിൻവലിക്കത്തുമില്ല. കാരണം ഞാൻ പറഞ്ഞതെല്ലാം 100% സത്യമുള്ള കാര്യങ്ങളാണ്. അന്ന് പറഞ്ഞതും ഇന്ന് പറയുന്നതും. അതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരിക്കൽ പറഞ്ഞത് ഞാൻ പിൻവലിക്കില്ല. കേരളത്തിലെ കോൺഗ്രസുകാർ തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട ഒരു സാഹചര്യമാണ്. ഈ വിഴുപ്പ് ചുമന്നില്ല. അന്നും ഈ വിഴുപ്പ് ഞാൻ ചുമന്നു. മുഖ്യമന്ത്രിക്ക് വേണ്ടി, മന്ത്രിമാർക്ക് വേണ്ടി, പാർട്ടിക്ക് വേണ്ടി. ഇല്ലെങ്കിൽ സോളാർ കേസോടുകൂടി പലരുടെയും മന്ത്രിസ്ഥാനം തെറിച്ചേനെ. അത് ശരി. അപ്പോൾ അന്ന് ചില കോൺഗ്രസുകാർ സരിതയുടെ അടുത്ത് പോയി എന്ന് തന്നെയാണ് ഉണ്ണിത്താൻ പറഞ്ഞു വെക്കുന്നത്. സോളാർ കേസിൽ ഇവിടെ കുറെ ആളുകൾക്കെതിരെ ഒരു പെൺകുട്ടി പറഞ്ഞല്ലോ അവളെ മാനഭംഗപ്പെടുത്തിയെന്ന്, അവിടെ കാശ് തട്ടിയെടുത്തെന്ന്. ഈ പാർട്ടി എത്ര പേർക്കെതിരെ അന്വേഷണം വെച്ചു? എത്ര പേരെ പാർട്ടി സസ്പെൻഡ് ചെയ്തു? ഈ പെൺകുട്ടി പറയുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് പരിശോധിക്കാൻ ഏതെങ്കിലും ഒരു അന്വേഷണം ഈ പാർട്ടി നടത്തിയോ? അത്തരം ഉന്നതന്മാരെ കുറിച്ചാണ് ഈ പെൺകുട്ടി പറഞ്ഞത്. സോളാർ കേസിൽ കോൺഗ്രസ് നേതാക്കന്മാരും ഉമ്മൻചാണ്ടിയും മന്ത്രിമാരുമെല്ലാം കുടുങ്ങുമായിരുന്നുവെന്നും പലർക്കും സരിതയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്നും വ്യക്തമാക്കുകയാണ് ഉണ്ണിത്താൻ. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇവിടെ സ്ത്രീകളുടെ പ്രവാഹമായിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ ചാച്ചാ നെഹ്റു എന്ന് വിളിക്കുന്ന കുട്ടികളോട് അദ്ദേഹത്തിനുള്ള ഇഷ്ടം കൊണ്ടാണ്. ഇദ്ദേഹം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് പോയതോടുകൂടി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞോ? ഞാൻ ചോദിക്കുന്നു, പരിഹരിച്ചു കഴിഞ്ഞോ? തങ്കച്ചൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഈ ഓഫീസിൽ ഒറ്റ സ്ത്രീകളും വരുന്നില്ല. എന്താ കാര്യം? ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറയുന്ന സിനിമയിൽ കട്ട മുതൽ കൊണ്ടുവയ്ക്കാൻ ഒരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ വാതിൽ തുറക്കണമെങ്കിൽ ഒരു കോഡുണ്ട്. ആ കോഡ് പറഞ്ഞേ തുറക്കൂ. കോഡ് ആർക്കും അറിയില്ല. അള്ളാക്ക കസും അബൂക്ക കുസും തുറക്കൂ സീസേ എന്ന് പറയുമ്പോ വാതിൽ തുറക്കും. അള്ളാക്ക കസം അബൂക്ക കുസും അടയ്ക്കൂ സീസേ എന്ന് പറഞ്ഞാൽ ആ വാതിൽ അടയ്ക്കും. മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴും തിരുവനന്തപുരത്ത് ഈ KPCC ഓഫീസിനകത്ത് ഒരു കൊച്ചു മുറിയുണ്ട്. ആ മുറിയുടെ വാതിൽ അടയ്ക്കണമെങ്കിൽ അള്ളാക്ക കസം അബൂക്ക കുസും അടയ്ക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് അടയ്ക്കും. അള്ളാക്ക കസം അബൂക്ക കുസും തുറക്കൂ ഡെനീസേ എന്ന് പറഞ്ഞാൽ അത് തുറക്കും. എത്രയോ KPCC പ്രസിഡന്റ്മാർ ഇവിടെ ഇരുന്നു. ഈ കെട്ടിടം വിലയ്ക്ക് വാങ്ങിച്ചത് CV പത്മരാജൻ. അന്നൊരു നേതാവും ഈ കൊച്ചുമുറിയിൽ രഹസ്യ സംഭാഷണം നടത്തിയത് ഞങ്ങൾക്കറിയില്ല. ശ്രീ വയലാർ രവി, ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള. അന്നും ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് സ്ത്രീകളുണ്ട്, ആളുകളുണ്ട്. അവരൊക്കെ ശ്രീ KPCCയുടെ പ്രസിഡന്റ്മാരെ കാണാൻ ഇവിടെ വരും. അന്നൊന്നും ഈ കൊച്ചുമുറിയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല. അന്നൊന്നും മണിക്കൂറുകൾ ബന്ധിച്ചിട്ടില്ല. അന്നൊന്നും ഈ കൊച്ചുമുറിക്കകത്ത് ഒരു കുമ്പസാര കൂടെന്നാ പറയുന്നേ. അതിനകത്ത് ഒരു രഹസ്യ സംഭാഷണവും നടത്താൻ ആണായാലും പെണ്ണായാലും പത്മരാജൻ അടക്കം, തെന്നലെ അടക്കം, ശ്രീ വയലാർ രവി അടക്കമുള്ള ഒരു KPCC പ്രസിഡന്റുമാരും തയ്യാറായിട്ടില്ല. ഇയാൾക്ക് മാത്രം എന്താ ഈ രഹസ്യം? പാർട്ടി പ്രവർത്തകന്മാരോട് രഹസ്യം പറയുമ്പോൾ എന്തിനാ കുറ്റിയിടുന്നത്? ഞങ്ങൾക്കറിയണം. ഒരിക്കൽ ഒരു പാർട്ടി പ്രവർത്തകയുമായി ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ KPCC പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെന്നിസിനോട് ചൂടായി. പൈപ്പിൽ വെള്ളമില്ല. എന്താ വെള്ളമില്ലാത്തെന്ന് പറഞ്ഞ് ചൂടായപ്പോ ഡെന്നീസിനോട് ഞാൻ പറഞ്ഞു, ഇത്തരം ഡിസ്കഷൻ കഴിയുമ്പോ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറ്റിലെങ്കിലും വെള്ളം വെക്കണം. ഹലോ, ബന്ധപ്പെട്ടായിരുന്നോ? ഞാൻ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. സാറിനെ മാത്രമേ വിളിച്ചിട്ടുള്ളൂ. സാറിനെ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ. ഏതായാലും സഹായകരമായ നിലപാടെടുക്കുക. സഹായമായ നിലപാടെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് മാത്രം മതിയോ? ഞാൻ ഈ കേസിനകത്ത് മൊത്തം അത് ഫേസ് ചെയ്യേണ്ടി വരുന്നതല്ലേ? അതൊന്നും സാറ് ചിന്തിക്കാത്ത 48 കേസ് എനിക്കുണ്ട്. ഈ 48 കേസിനകത്ത് ഈ മൊഴി വാലിഡ് ആവും. ഇതിനകത്ത് അവസാനം ലാസ്റ്റ് ഞാൻ മാത്രം ഉത്തരം പറയേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് ഉണ്ടാവത്തില്ല. എനിക്കും ജീവിക്കണ്ടേ? ഈ ഉദ്ദേശം ഇതൊന്നും നടക്കുകയല്ല, എനിക്കറിയാം.
കാര്യം ഇല്ലെന്നേ. ഞാൻ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ തന്നെ ഉമ്മൻചാണ്ടി സാർ പറഞ്ഞു ഇനിയും ഞാൻ എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ അതും ഇതുപോലെ കളയാമെന്ന്. അങ്ങനെയല്ല, എവിഡൻസ് സഹിതമുള്ള കാര്യങ്ങൾ എന്റെ കയ്യിലുള്ളൂ. ശ്രീധരൻ നായരെ കണ്ടില്ല എന്നുള്ള കേസ് തന്നെ ശ്രീധരൻ നായരെ കണ്ടില്ല എന്നാണ് ഞാൻ മൊഴി പറയേണ്ടത് അല്ലേ? യഥാർത്ഥത്തിൽ എന്താണെന്ന് സാറിന് അറിയാലോ. എന്റെ തെളിവുണ്ട് അതിന്റെ. ഇവര് തമ്മിൽ സംസാരിക്കുന്നതിന് ഞാൻ അന്ന് പോയപ്പോൾ ഞാൻ അതിന്റെ രീതിക്ക് എടുത്തതല്ല. ഒരു ഇൻവെസ്റ്റർ വന്നപ്പം സാറിന് കാണാമെന്ന് പറഞ്ഞു, സാർ അതിനെപ്പറ്റി സംസാരിക്കാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഇവിടെ വിളിച്ചോണ്ടിരുന്നപ്പോൾ സാറ് സംസാരിക്കുന്നത് ഞാൻ ആ ഒരു ക്യൂരിയോസിറ്റിയുടെ മണ്ടയ്ക്ക് എടുത്തതല്ല. അല്ലാതെ ഇങ്ങനൊരു ഫ്യൂച്ചറിൽ ഇങ്ങനൊരു വിഷയം വരുമെന്ന് പറഞ്ഞ് എടുത്തതല്ല അത്. 9 മാസം ഞാൻ ജയിലിൽ കിടന്നിട്ട് ഇറങ്ങി വന്നാണ്. പൈസ പറഞ്ഞു പലരും പൈസ കൊണ്ടുപോയി. ഞാൻ എങ്ങനെ ഇന്ന് ജീവിക്കുന്നതെന്ന് സാർ അന്വേഷിക്കുന്നുണ്ടോ? ആരും അതൊന്നും അന്വേഷിക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു ഗവൺമെന്റിനെ സഹായിക്കാൻ എന്ത് സഹായിക്കാൻ? ഇന്ന് ഡിവൈഎഫ്ഐക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കൂടെ കുതിര കയറുന്ന ഒരു സിറ്റുവേഷനിലോട്ട് എന്നെ കൊണ്ട് എത്തിക്കാന്നല്ലാതെ ഇതുകൊണ്ട് എനിക്കെന്ത് ലാഭമുള്ളത്? അബ്ദുള്ളക്കുട്ടിയുടെ കാര്യത്തിൽ പോലും സപ്പോർട്ട് ഞാൻ കണ്ടു. ഒന്നും മിണ്ടാതിരിക്കാന്നായിരുന്നല്ലോ അല്ലേ? അങ്ങനെ പോലും ഫേവർ ചെയ്യാത്തവരാണ് ഇനി ആ സോളർ കമ്മീഷനിൽ ഫേവറബിൾ ആയിട്ട് മൊഴി കൊടുത്തു കഴിയുമ്പോൾ ബാക്കി ചെയ്യാൻ പോകുന്നത്. ചെയ്യാല്ല നമുക്ക് ഞാൻ പറഞ്ഞല്ലോ പറഞ്ഞിരിക്കുന്നു. ഞാനത് ചെയ്യണം. അബ്ദുള്ളക്കുട്ടിയുടെ എഫ്ഐആർ ഞാൻ അത് റദ്ദാക്കാൻ ഞാൻ പോകണോ അതോ ഇത് കണ്ടിന്യൂ ചെയ്യണോ എന്ന് കൂടെ സാറൊന്ന് അന്വേഷിച്ചിട്ട് പറയണം. അയ്യോ അത് റദ്ദാക്കണം കേട്ടോ. അല്ല ഇപ്പൊ ഇങ്ങനെ അയാള് ഒന്നും ചെയ്തില്ല, അയാള് വലിയ ഇതായിട്ടൊക്കെ സംസാരിക്കുന്നു, CM സപ്പോർട്ട് ചെയ്യുന്നു, അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻ ഞാൻ എന്തിനാ സാറേ ഞാൻ നാണം കണ്ടത്? എനിക്ക് ഇവിടെ ജീവിക്കണ്ടേ? എല്ലാരും സ്വന്തം കാര്യം മാത്രം നോക്കിയാൽ മതി. ഞാൻ എന്റെ കൂടെ കാര്യം ഞാൻ തറയിൽ കിടക്കുന്ന റോഡിൽ കിടക്കുന്നൊന്നും അല്ലല്ലോ. ഇത്രയൊക്കെ ഞാൻ സഹിച്ചില്ല എല്ലാവർക്കും വേണ്ടിട്ട്. ഇന്ന് വൈകുന്നേരം അറിയണം. കഴിഞ്ഞ 10 മണിക്ക് എനിക്ക് മൊഴി കൊടുക്കാനുള്ള പ്രിപ്പയർ ചെയ്യാൻ സമയം വേണം.